ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ്. ഇതിനകത്ത് ജമ്മു ആൻഡ് കശ്മീർ റീജിയനിൽ നിന്നും അറസ്റ്റ് ചെയ്തിരുന്ന 30 പേര് അവർ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ജാമ്യം റദ്ദാക്കിക്കൊണ്ട് ആ 30 പേരെയും വീണ്ടും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അതായത് ഇവർ ഈ റിലാക്സേഷനോ ഈ ജാമ്യം ഇതൊന്നും ഇവർ അർഹിക്കുന്നില്ല. അതാണ് ഇപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ഇവരെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഇവർ അപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇവർ അപ്പം തന്നെ എവിടെയെങ്കിലും പൊട്ടിത്തെറിപ്പിക്കാം. കാരണം ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ലെന്നേ. ഇവരുടെ തലച്ചോറ് ചിന്തിക്കുന്ന മൊത്തം ഇതാണ്. അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗുജറാത്ത് പോലീസ് 4 പേരെ ഇന്ന് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 4 പേരും തന്നെ ഈ ക്രോസ് ബോർഡർ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ ക്രോസ് ബോർഡർ മനസ്സിലായല്ലോ, അതായത് ഈ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ഈ മരുന്ന് കടത്ത്, അതേപോലെ ആയുധക്കടത്ത്, ഈ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തൊട്ടാകെ തന്നെ പല രീതിയിലുള്ള സെക്യൂരിറ്റി മെഷേഴ്സാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലരും അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യമാണ്. പലരും മീൻസ് പല സസ്പെക്റ്റഡ് കേസുകളിൽ ഉള്ള ആൾക്കാരെ കംപ്ലീറ്റ് തെരഞ്ഞു പിടിച്ച് ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ 2.0 പേടി പാകിസ്ഥാന്. അതുകൊണ്ട് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അവരുടെ കംപ്ലീറ്റ് സെറ്റപ്പ് എല്ലാം തന്നെ POKയുടെ ഭാഗത്തേക്ക് അവർ കംപ്ലീറ്റ് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അവരുടെ കംപ്ലീറ്റ് സാമഗ്രികൾ, ടാങ്കുകൾ തൊട്ട് പല പല ആയുധങ്ങൾ കംപ്ലീറ്റ് അവരുടെ ട്രൂപ്പ് മൊത്തം അവരിപ്പം POK ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഇന്ത്യ ഏത് നിമിഷവും ഓപ്പറേഷൻ സിന്ദൂർ 2.0 സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു പേടി പാകിസ്ഥാനുണ്ട്. അപ്പുറത്തെ സൈഡിൽ അഫ്ഗാനിസ്ഥാൻ ഒരു സൈഡിൽ കൂടെ പാകിസ്ഥാന്റെ ആ ഒരു ഡുറാൻഡ് ലൈൻ ഉണ്ടല്ലോ, ആ ഡുറാൻഡ് ലൈൻ അടിച്ച് പൊളിച്ചുകൊണ്ട് പലതവണയായിട്ട് ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ അവരുടെ എൻറ്റയർ ട്രൂപ്പുകളെ ഇന്ത്യയുടെ സൈഡിലേക്ക് കൊണ്ട് നീക്കി വെക്കേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. ശരിക്കും പാകിസ്ഥാൻ അവതാളത്തിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് ഫോൺ കോൾ ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. 2 രാജ്യങ്ങളും തമ്മിൽ സ്ട്രാറ്റജിക് സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് ആ ഒരു വിഷയത്തിൽ ഡീപ്പനിങ് ടൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ശക്തമായ റിലേഷൻഷിപ്പ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സ്ട്രാറ്റജിക് സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇനിയിപ്പോൾ അടുത്തിപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ ഇറങ്ങുന്നെങ്കിൽ ഇനി വീണ്ടും ട്രംപ് ഞാനാണ് രണ്ടുപേർക്കും ഇടയിൽ സമാധാനം കൊണ്ടുവന്നത് എന്നുള്ള ക്ലെയിം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ വളരെ കരുതലോട് കൂടിയാണ് ട്രംപിൻ്റെ അടുത്ത് ഇടപെടുന്നത്. കാരണം ട്രംപിനെ ഏത് സാഹചര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ട്രംപ് എന്തും വിളിച്ചു പറയുന്ന ഒരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടാണ് ട്രംപിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇപ്പോൾ പതിയെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഇന്ത്യയുമായിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒരു നല്ല ബന്ധത്തിലേക്ക് പോവാം എന്നുള്ളൊരു തീരുമാനത്തിൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താരിഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് മുതലാണ് ഇത് എഫക്റ്റീവ് ആകുന്നത്, ഇതിന് കാരണമായ വിഷയങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് നമ്മൾ പഠിച്ചിട്ട് വേറൊരു വീഡിയോയിൽ ഞാനിത് അപ്ഡേറ്റ് ചെയ്യാം. TASL എന്ന് പറഞ്ഞ് ജംഷഡ്പൂരിലുള്ള ടാറ്റയുടെ സ്ഥാപനത്തിൽ 4x4 ഫീൽഡ് ആർട്ടിലറി ട്രാക്ടേഴ്സ് ഇത് ആംഡ് ഫോഴ്സിന് വേണ്ടിയിട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ടാറ്റ SD1015 എന്നാണ് ഇതിൻ്റെ ഒരു കോഡ് നമ്പർ. TASL എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഇന്ത്യയുടെ BSFൽ ഫസ്റ്റ് ടൈമായിട്ട് ദുർഗ ഡ്രോൺ സ്ക്വാഡ്രൺ, ഈ ദുർഗ ഡ്രോൺ സ്ക്വാഡ്രൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫീമെയിൽ ഓറിയൻറ്റഡ് ആണ്. അതായത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു സ്ക്വാഡ്രൺ. ഗ്വാലിയാറിലുള്ള BSF അക്കാഡമിയിലാണ് ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഈ ഒരു എൻറ്റയർ ടീം, ഈ ഡ്രോൺ സ്ക്വാഡ്രൻ്റെ ഫുൾ ടീമും ലേഡീസാണ്. അപ്പോൾ ഇത് ലേഡീസിന് വേണ്ടി മാത്രം സ്പെസിഫിക് ആയിട്ട് ദുർഗ ഡ്രോൺ സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞുള്ള പേരിലാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് SLBM എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ. ഇതിൻ്റെ K5 കാറ്റഗറി വിജയകരമായി DRDO ടെസ്റ്റ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇത് അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ഒരു കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞാൽ 5000 കിലോമീറ്റർ ആണ് കേട്ടോ. 5000 കിലോമീറ്റർ നമുക്ക് സബ്മറൈനിൽ നിന്നും ഒരു ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിടാൻ കഴിയുന്ന കപ്പാസിറ്റിയുള്ള KL5 എന്ന് പറഞ്ഞ SLBM ആണ് നമ്മൾ പരീക്ഷണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഈ ഫരീദാബാദിൽ അൽഫല കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ലക്നോ ഒറിജിൻ ആയിട്ടുള്ള ലേഡി ഡോക്ടറാണ് ഈ ജയ്ഷ് എന്ന് പറഞ്ഞ ആ സംഘടനയുടെ വിമൺ വിങ്ങിൻ്റെ പ്രവർത്തകയായിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ ലേഡിയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പാകിസ്ഥാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെയാണ് ഇവർ ജയ്ഷിൻ്റെ വിമൺ വിങ്ങിൻ്റെ ഒരു നേതൃത്വ നിരയിലേക്ക് വന്നിരിക്കുന്നത്. നേതൃത്വ നിര എന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഇവരെ ഇൻട്രോഗേറ്റ് ചെയ്യുന്നതിലൂടെ വീണ്ടും 2 പേരെ കൂടി പിടികൂടിയിട്ടുണ്ട്. അവരും ലേഡീസാണ്. ചൈനയുടെ അംബാസിഡർ, അതായത് ഇന്ത്യയിലുള്ള ചൈനീസ് അംബാസിഡർ ഈ ഡൽഹിയിൽ റെഡ് ഫോർട്ടിൻ്റെ അടുത്ത് ഈ കാർ പൊട്ടിത്തെറിച്ച സ്ഥലത്ത് ദ വെരി നെക്സ്റ്റ് ഡേ തന്നെ ചൈനീസ് അംബാസിഡർ ആ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുകയും
അതിനെക്കുറിച്ചുള്ള ഡീപ്പസ്റ്റ് കണ്ടോളൻസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ശ്രീലങ്ക ഇന്ത്യയിൽ നടന്ന ഈ ഒരു പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട് അവരും സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഈജിപ്റ്റ്, ഫ്രാൻസ്, യൂറോപ്യൻ യൂണിയൻ ഇവരെല്ലാം തന്നെ സോളിഡാരിറ്റി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൈം മിനിസ്റ്റർ മോദി ഭൂട്ടാനിലാണ് 4ാമത്തെ രാജാവിൻ്റെ 70ാമത്തെ പിറന്നാൾ ആഘോഷം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രൈം മിനിസ്റ്റർ മോദിക്ക് ക്ഷണം ലഭിച്ചത്. അപ്പം ക്ഷണം ലഭിച്ചതിനെ തുടർന്ന് മറ്റു പല മാർഗങ്ങൾ, പ്രധാനമായിട്ട് നമ്മൾ ബംഗ്ലാദേശിലേക്ക് ഇന്ത്യയിൽ നിന്നും ഒരു ട്രെയിൻ റൂട്ട്, ഒരു റെയിൽവേ ട്രാക്ക് നമ്മൾ പണിയുന്നുണ്ടായിരുന്നു. ബ്രോഡ് ഗേജ് റെയിൽവേ ലൈൻ 2 റൂട്ടാണ് പണിയാൻ തീരുമാനിച്ചിരുന്നത്. അത് ഏതാണ്ട് 5000 കോടി ബഡ്ജറ്റിലാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. ആ പ്രോജക്റ്റ് ഇപ്പോൾ നമ്മൾ നിർത്തിവെച്ചിരിക്കുകയാണ്. അത് ഭൂട്ടാൻ, നേപ്പാൾ ആ ഒരു ബോർഡർ ലൈനിലൂടെ ലഡാക്ക് ത്രൂ നേപ്പാൾ, ഭൂട്ടാൻ ആ രീതിയിൽ ആ ഒരു റെയിൽവേ ലിങ്ക് കണക്ട് ചെയ്യാനാണ്. അതായത് ഇന്ത്യയുടെ ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ, ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളെ ബന്ധിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനമായിട്ട് ഈ ഒരു റെയിൽവേ ട്രാക്ക് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഭൂട്ടാനിൽ ഒരു ഡിസ്കഷൻ കൂടി നടത്താനാണ് പ്രധാനമായിട്ടും പോയിരിക്കുന്നത്. കാനഡ അതേപോലെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നടന്ന ഈ ഒരു തീവ്രവാദ ആക്രമണത്തിനെ. ഹൊറിഫിക് അറ്റാക്ക് എന്നുള്ള രീതിയിലാണ് അവർ കണ്ടംപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമേരിക്ക വെനിസുലയെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള വാർത്ത വരുന്നുണ്ട്. അത് വളരെ ഫോക്കസ്ഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ തവണത്തെയും പോലെയല്ല, ഇത്തവണ കുറച്ചുകൂടെ ഡീപ്പ് റൂട്ടിൽ പ്ലാൻ ചെയ്താണ് പോകുന്നത്. എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു വിഷയം ഇപ്പോൾ ലൈം ലൈറ്റിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അമേരിക്ക വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കണക്ക് കൂട്ടി മുന്നോട്ട് നീങ്ങുകയാണ്. ആ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. ഈ പൊട്ടിത്തെറി നടത്തിയ ഡോക്ടർ ഉണ്ടല്ലോ, കാർ ഓടിച്ചുകൊണ്ട് പോയവൻ, ഈ ഹുണ്ടായി i20 ഓടിച്ചുകൊണ്ട് പോയ ഈ ഉമർ, ഇവൻ്റെ ഒരു ചങ്ങാതിയായിട്ടുള്ള വേറൊരു ഡോക്ടർ സജാദ് അഹമ്മദ് മല്ല എന്ന് പറഞ്ഞ ഒരുത്തനെ ഇപ്പം NIA കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതായത് ഇന്നലെ വൈകുന്നേരം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള കാരണം വെച്ചാൽ ഇവൻ ഇതേ ഹോസ്പിറ്റലിൽ, അതായത് ഈ ഫരീദാബാദിലുള്ള സെയിം ഹോസ്പിറ്റലിൽ ഈ ഉമറിനോടൊപ്പം പണിയെടുത്ത വ്യക്തിയാണ്. അപ്പം ഇതേപോലെ യുവമാരോടൊപ്പം പണിയെടുത്തിരുന്ന എത്ര ആൾക്കാർ, എത്ര ഡോക്ടേഴ്സ് ഇന്ത്യയിൽ ഒട്ടാകെയുള്ള പല പല ഹോസ്പിറ്റലുകളിൽ ഇപ്പം പ്ലേസ്മെന്റിലുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും NIA ആയിക്കോട്ടെ, NSG ആയിക്കോട്ടെ, അവർ വളരെ ശക്തമായ എഫേർട്ട് ഇട്ടുകൊണ്ടാണ് ഈ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എവിടെ ഉണ്ടെങ്കിലും, ഏത് മൂലയിൽ മുക്കിലുണ്ടെങ്കിലും ഇവരുടെ കൂട്ടാളികളായിട്ടുള്ള ആൾക്കാരെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് പൂട്ടാനുള്ള ഏർപ്പാടാണ് ഇപ്പം NIA നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവരെല്ലാം തന്നെ തെളിവ് സഹിതം പിടിച്ചു കഴിഞ്ഞാൽ UAPA അണ്ടറിൽ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവരെ ഒന്നെങ്കിൽ വധിക്കണം, ഇല്ലാന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ ഇവരെ സ്നൈപ്പർ ഇട്ടങ്ങ് തീർക്കുക, അതാണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ ഇവനെയൊക്കെ പിടിച്ചോണ്ട് വെച്ച് അന്വേഷണം നടത്തി അവൻ എന്തെങ്കിലുമൊക്കെ തെളിവ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ വീണ്ടും എന്താണ് ദുരന്തം. ഇപ്പോൾ കശ്മീരിൽ നമ്മൾ കൃത്യമായി കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വീണ്ടും ഒരു ഇലക്ഷൻ നടത്തി, അതിലും കോടതി ഇടപെട്ടുകൊണ്ടാണ് ഈ ഒരു ഇലക്ഷൻ നടത്തിയത്. ആ ഇലക്ഷൻ നടത്തിയപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സംഭവം ഇങ്ങനെയൊക്കെ മാറി മറിയും എന്നുള്ളത്. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്, സോഫ്റ്റ്വെയർ. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ കൂടുതലായിട്ടൊന്നും ഇതിനെ പറയാനില്ല. കുറേ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.